Hi NEET aspirants, this is ASR from RKNX. NEET 2025 ബയോളജിയിൽ നിന്നുള്ള ഒരു തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. യെസ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ നിന്നുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ഓക്കെ, നോക്കാം. നമുക്ക് ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് വാസെക്ടമി, കോയിറ്റസ് ഇന്ററപ്റ്റസ്, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് സഹേലി അല്ലെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏത് മെത്തേഡ് ആണ് എന്നുള്ളതാണ് ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത്. ഓറൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. അപ്പൊ നോക്കിക്കട്ടെ, വാസെക്ടമി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് അല്ലെ. ഓക്കെ, സോ എ എന്ത് വന്നു? 3 വന്നു. കോയിറ്റസ് ഇന്ററപ്റ്റസ് നമ്മൾ നാച്ചുറൽ മെത്തേഡിന്റെ ടൈപ്പ് ആയിട്ടല്ലേ പഠിച്ചത്. ഇപ്പൊ കോയിറ്റസ് ഇന്ററപ്റ്റസ്, യെസ്, നാച്ചുറൽ മെത്തേഡ്. സെർവിക്കൽ ക്യാപ്സ്, ഡയഫ്രം, വോൾസ് അല്ലെ, കോണ്ടംസ്, ഇതൊക്കെ എന്താണ്? ബാരിയർ മെത്തേഡിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ സഹേലി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് അല്ലെ. CDRI, ലക്നൗ അല്ലെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലീസ്റ്റ് സൈഡ് എഫക്ട്സോട് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വൺസ് എ വീക്ക് പില്ലാണ് സഹേലി എന്ന് പറയുന്നത്. സോ അത് ഓറൽ മെത്തേഡ് ആണ്. അപ്പൊ എ എന്ത് വന്നടാ? A 3 വന്നു. ആൻഡ് ബി എന്ത് വന്നു? B 4 വന്നു. B 4 വന്നു. സി എന്ത് വന്നു? C 2 വന്നു. ഡി എന്ത് വന്നു? 1 വന്നു. 3 4 2 1 അല്ലെ. 3 4 2 1. സോ ഓപ്ഷൻ A is the right answer.